കൊറോണയും ലോക്ക്ഡൗണും അതിനെ തുടർന്നുള്ള മരണങ്ങളും തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നു. പത്രങ്ങളിലും ടി വിയിലുമൊക്കെ ശുഭകരമല്ലാത്ത വാർത്തകൾ മാത്രം. മനുഷ്യൻ സമനില തെറ്റാതെ ഒരു നൂൽപ്പാലത്തിലെന്ന പോലെ സഞ്ചരിക്കുന്ന കാലഘട്ടം. ഇതിനിടയിലും ഒരിക്കലും നമ്മുടെ മനസ്സിനെ നിരാശപ്പെടുത്താത്ത ഒന്നുണ്ട്: പ്രകൃതി. അതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ, പുൽപ്പടർപ്പുകളെയും വൃക്ഷശിഖരങ്ങളെയും തട്ടിത്തലോടി പോകുന്ന ഇളങ്കാറ്റ് കടന്നു പോകുമ്പോൾ തളർന്നുപോയ നമ്മുടെ ആത്മാവ് പുനർജനിക്കുന്നു. നീർത്തുള്ളികളെയും കിളിക്കൊഞ്ചലിനെയും ആരും അറിയാതെ ഞെട്ടറ്റ് വീഴുന്ന ഇലകളെപ്പോലും ശ്രദ്ധിക്കുമ്പോൾ അതൊരു ധ്യാനമായി മാറുന്നു. അതുകൊണ്ടാണ് ഓരോ യാത്രകളും നമ്മെ ഉത്സാഹഭരിതരാക്കുന്നത്. ഇതും അത്തരത്തിലൊരു യാത്രയായിരുന്നു. പുലർകാലം ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും ഭാര്യയുടെ തയ്യാറെടുപ്പുകൾ അതല്പം താമസിപ്പിച്ചു. അതൊന്ന് ചോദിച്ചപ്പോഴേ അവളുടെ മുഖത്ത് കാർമേഘം ഉരുണ്ടുകൂടി. അത് പെയ്യാൻ കാത്തു നിൽക്കാതെ ഞാൻ ഒഴിഞ്ഞു മാറി. വെറുതെ ഒരു യാത്രയുടെ രസം കളയണ്ട. കോട്ടയം പാമ്പാടിയിൽ നിന്നും പാല, അവിടെ നിന്ന് ഹൈറേഞ്ച് കയറി ഇടുക്കി. ഇതായിരുന്നു മനസ്സിലെ റൂട്ട്. നിശബ്ദമായി ഇനിയും ഉണരാത്ത നാട്ടിൻപുറങ്ങളിൽ മയങ്ങിക്കിടക്കുന്ന ടാർ റോഡിലൂടെ ഞങ്ങൾ പതിയെ സഞ്ചരിച്ചു. പ്രകൃതിയെ സ്നേഹിക്കുന്ന കുറച്ചുപേരൊക്കെ വഴിയോരത്തൊക്കെ നടക്കുന്നത് കാണാം. പ്രഭാതം മാത്രം എന്നെപ്പോലെ ഇഷ്ടമുള്ളവരാണ് അവരും. കടന്നുപോകുന്ന വഴിയരികിൽ ഓടുപാകിയ വളരെ കുറച്ച് വീടുകൾ കാണാൻ കഴിഞ്ഞു. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അതും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഏറ്റെടുക്കും. പഴയതെല്ലാം മാറ്റപ്പെടുകയാണ്, ഓർമ്മകൾ ഒഴികെ. വണ്ടി പാലായിലേക്ക് എത്തിയപ്പോൾ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായി. മനോഹരമായ വഴികൾ, ഇരുവശവും പൂക്കളും ചെടികളും നട്ടുവളർത്തിയിരിക്കുന്നു. അറിയാതെ മാണിസാറിൻ്റെ മുഴങ്ങുന്ന ശബ്ദം ഓർത്തുപോയി. ഇനി ഇടുക്കിയിലേക്കുള്ള യാത്രയാണ്. കാഞ്ഞാർ വഴി മുട്ടം, പിന്നെ 10-11 ഹെയർ പിന്നുകൾ താണ്ടിയുള്ള യാത്ര. കുളമാവ് ഡാം പിന്നിട്ടാൽ ഫോറസ്റ്റ് ഏരിയയാണ്. വനത്തിൻ്റെ നിഗൂഢത ആസ്വദിച്ച് പതിയെ വണ്ടി ഓടിച്ചു പോകാം. ആറാമത്തെ ഹെയർ പിൻ കയറിയപ്പോഴാണ് വഴിയുടെ ഒത്തനടുക്ക് ഒരു കിണർ. കയറി വരുന്ന വണ്ടികളെല്ലാം വളവ് തിരിഞ്ഞ് അതിന് നേരെ ചെല്ലും. പിന്നെ പെട്ടെന്ന് വെട്ടിച്ച് കടന്നു പോകും. റോഡ് കുളമായെന്നും റോഡിൽ കുളം കുത്താം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് റോഡിന് നടുക്കൊരു കിണർ കാണുന്നത്. ഞങ്ങൾ കിണർ കടന്നുപോയെങ്കിലും അടുത്ത വളവിൽ ചെന്ന് തിരിച്ച് കിണറിൻ്റെ വളവിൽ വണ്ടി നിർത്തി. ആ മലമുകളിലേക്ക് പാഞ്ഞു പോകുന്ന കൊടും വളവിലുള്ള ഈ വഴിയിൽ ഒരു കിണർ, അതാരുടെ ആയിരിക്കാം എന്ന ജിജ്ഞാസയോടെ പുറത്തിറങ്ങി. പണ്ട് വഴിപ്പണി നടക്കുമ്പോൾ പറമ്പിലുണ്ടായിരുന്ന കിണറായിരുന്നു എന്നും PWD വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് അത് മൂടാതെ വേലി കെട്ടി സംരക്ഷിച്ചെന്നുമൊക്കെയുള്ള കഥ കേട്ടിട്ടുണ്ട്. ചരിത്രാന്വേഷകനായ എനിക്ക് ആ ഇൻഫർമേഷൻ വളരെ ചെറുതായി തോന്നി. വഴി വരുന്നതിന് മുമ്പ് ആരായിരിക്കാം ഇവിടെ താമസിച്ചിരുന്നത് എന്നാലോചിച്ച് ഞാൻ കിണറിന് നേരെ നടന്നു. ഇരുമ്പ് വല കൊണ്ട് മൂടി നന്നായി സംരക്ഷിച്ചിരിക്കുന്നു. നല്ല തെളിഞ്ഞ വെള്ളം. കിണർ നിറഞ്ഞു കിടക്കുന്നു. വഴിയുടെ ഒത്ത നടുക്കായതുകൊണ്ട് ചുറ്റുപാടും ചപ്പും ചവറും ഒന്നുമില്ല. ഞങ്ങളുടെ വണ്ടിക്കരികിൽ കാഴ്ച കാണാൻ നിർത്തിയ ഒരാളോട് കിണറിൻ്റെ കഥ വല്ലതും അറിയാമോ എന്ന് ചോദിച്ചു. വഴി പണിതപ്പോൾ വെള്ളം കണ്ടു കാണും, അങ്ങനെ അത് കിണറായി എന്ന് പറഞ്ഞ് എന്നെ പുച്ഛത്തിൽ നോക്കി കയ്യിലിരുന്ന സിഗരറ്റ് ആഞ്ഞു വലിച്ച് അന്തരീക്ഷത്തിലേക്ക് പുകച്ചുരുളുകൾ ഊതിവിട്ടു. ചോദിക്കണ്ടായിരുന്നു എന്ന് മനസ്സിൽ കരുതി. വർഷങ്ങൾക്ക് മുമ്പ് വഴിയൊക്കെ വരുന്നതിന് മുമ്പ് ഒരുപാട് മനുഷ്യർക്ക് കുടിവെള്ളം സമ്മാനിച്ച കിണറായിരുന്നിരിക്കണം. ഒരുപക്ഷെ ഈ മലയോര ഗ്രാമത്തിലെ മുഴുവൻ മനുഷ്യരും ജീവൻ നിലനിർത്താൻ കോരിയെടുത്ത വെള്ളം ഈ കിണറിൽ നിന്നായിരിക്കണം. ആർക്കും അതൊന്നും അറിയാൻ ഇന്ന് താല്പര്യമില്ല. വനമേഖലയിലേക്ക് കടക്കുകയാണ്. ആന ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന വനം വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ബോർഡുകൾ. പ്രകൃതി ഞങ്ങൾക്ക് കാഴ്ചകളുടെ വിരുന്നൊരുക്കുകയാണ്. ഓരോ വളവിലും കൊച്ചരുവികളും കുറ്റിച്ചെടികളും വൻമരങ്ങളും ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ അത് മനസ്സിനെ കുളിരണിയിക്കുന്നു. ചാറ്റൽ മഴ പിന്നീട് ശക്തിയായി പെയ്തു തുടങ്ങി.
വഴിയോരത്തൊരു സുരക്ഷിതമായ സ്ഥലത്ത് വണ്ടി ഒതുക്കിയിട്ടു. ചരൽ വാരിയെറിയുന്നത് പോലെ മഴയുടെ ശബ്ദം. അങ്ങ് താഴ്വരയിൽ നിന്നുയർന്നു വരുന്ന കോടമഞ്ഞിൻ്റെ കാഴ്ചകൾ വർണ്ണിക്കാൻ വാക്കുകളില്ല. മഴ കുറഞ്ഞപ്പോൾ പതിയെ മുന്നോട്ട് നീങ്ങി. ഇനി മഞ്ഞിൻ്റെ വരവാണ്. പൂർണ്ണമായും കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ഞങ്ങൾക്ക് പോകേണ്ട വഴി ഒളിച്ചു കളിച്ചു. നിശബ്ദമായ വനമേഖലയിൽ കൂടി കടന്നു പോകുമ്പോൾ മഞ്ഞിൽ കുളിച്ച വൃക്ഷങ്ങൾ ആൾരൂപങ്ങളായി തോന്നി. പണ്ടു വായിച്ച കഥയിലെ വെളുത്ത സാരിയുടുത്ത യക്ഷിയുടെ രൂപത്തിൽ മൂടൽമഞ്ഞ് എല്ലായിടത്തും ഒഴുകി നടന്നു. ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണുന്ന പ്രതീതി. അടുത്ത വളവിൽ മഞ്ഞും മഴയുമെല്ലാം അപ്രത്യക്ഷമായി. സൂര്യപ്രകാശത്തിൽ പച്ച പരവതാനി വിരിച്ചതുപോലെ മയങ്ങിക്കിടക്കുന്ന താഴ്വര. ഈ കൊച്ചി യാത്രയിൽ പ്രകൃതി സമ്മാനിച്ചത് മറക്കാനാവാത്ത ദൃശ്യവിസ്മയങ്ങളാണ്. അത്ഭുതങ്ങൾ സമ്മാനിക്കുന്ന പ്രകൃതിയിലേക്ക് ചെല്ലൂ. ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾക്ക് നമുക്ക് സാക്ഷിയാകാം.